മരിക്കാൻ ഇനി വളരെ കുറച്ച് സമയമേ അവനുള്ളൂ. അവശേഷിക്കുന്ന ആ കുറച്ചു നാളുകൾ തീരുന്നതിന് മുന്നേ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കാനായി അവനെ സഹായിക്കുന്ന അവന്റെ ക്ക് കൂടെ നിൽക്കുന്ന രണ്ട് കൂട്ടുകാർ. അതെ, ഒരു കൂട്ടുകാരനും അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനായി മറ്റു രണ്ട് കൂട്ടുകാരും കൂടി ചേർന്നപ്പോ അവരുടെ ജീവിതത്തിൽ നടന്ന രസകരമായ കാര്യങ്ങൾ പറഞ്ഞ ദ ലാസ്റ്റ് വിഷ് എന്ന 2019 റിലീസായ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ യുവാനെ കാണിച്ചുകൊണ്ടാണ്. യുവാൻ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി ബെഡ് റിഡൺ ആയി പോയ ഒരു വ്യക്തിയാണ്. അവന്റെ കയ്യോ കാലോ അവന്റെ ഇഷ്ടത്തിന് അനക്കാനേ അവന് സാധിക്കില്ല. മസിലുകളെ തളർത്തുന്ന മസ്കുലാർ ഡൈസ്ട്രോഫി എന്നൊരു അസുഖം ബാധിച്ച ശേഷമാണ് അവൻ ആ ഒരു അവസ്ഥയിലായത്. കൂടെ നിന്ന് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയും അച്ഛനുമാണ്. യുവാന് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, യാങ്ങും സൂവും. ഇവന്മാര് രണ്ടുപേരും മഹാ തല്ലിപ്പുള്ളികളാണ്. യുവാനെ കാണാനായി എന്നും ഹോസ്പിറ്റലിലേക്ക് ചെല്ലാറുണ്ട്. യുവാന്റെ അമ്മയുടെ മുന്നിൽ നല്ല കുട്ടികളായി നിൽക്കാറുണ്ടെങ്കിലും അമ്മയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുന്ന ഗ്യാപ്പിന് ആ ഹോസ്പിറ്റൽ റൂമിൽ തന്നെ അവന്മാരുടെ കുരുത്തക്കേടെല്ലാം കാണിക്കും. ഇങ്ങനെ കിടന്നാ മതിയോ, എപ്പോഴാടാ ഞങ്ങളുടെ കൂടെ നീ ഒന്ന് വരുന്നത്, ഓ മിസ് ചെയ്യുന്നു എന്നെല്ലാം അവര് പറയുമ്പോ എന്റെ ആഗ്രഹം അത് തന്നെയല്ലേ, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ ഈ അവസ്ഥയിലായി പോയില്ലെന്ന് യുവാൻ സങ്കടപ്പെടുമ്പോ യാങ് ആകട്ടെ എടുത്തടിച്ച് പലതും പറയും. അത് കേൾക്കുമ്പോ യുവാനെ പെട്ടെന്ന് ടെൻഷനാവോ സങ്കടാവോ എന്നൊന്നും ചിന്തിക്കാതെ വളരെ നോർമലായി ഇന്നസെന്റ് ആയി അവൻ ഇങ്ങനെ ഓരോന്നും പറയുന്നതാണ് യുവാന്റെ അസുഖത്തെ പറ്റി. പക്ഷെ സു എടാ അങ്ങനൊന്നും പറയില്ലേ, ഈ അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ യാങ് എന്നെ തിരുത്താറുണ്ട്. കൂട്ടത്തിൽ കുറച്ചുകൂടെ പക്വത കാണിക്കുന്നത് സു ആണെന്ന് പറയാം. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡോക്ടേഴ്സ് യുവാന്റെ അച്ഛനോടും അമ്മയോടും യുവാൻ ഇനി അധികം നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഏത് നിമിഷവും അവൻ നമ്മളെ വേർപെട്ട് പോയേക്കാം, അതുകൊണ്ട് തന്നെ മനസ്സ് പാകപ്പെടുത്തി വെക്കണം, അധികം നാൾ അവനിങ്ങനെ ബെഡ് റിഡൺ ആയി കിടക്കുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്, ഒരു മിറാക്കിളും സംഭവിക്കാൻ ചാൻസ് ഇല്ലെന്നെല്ലാം പറയുമ്പോൾ തങ്ങളുടെ മകന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന ഒരു കാര്യം അറിയുന്ന അച്ഛനും അമ്മയും ആകെ തകരുന്നുണ്ട്. കാരണം അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായി പ്രവർത്തനം പതിയെ പതിയെ നിർത്തി വരികയാണ്. ആ ഒരു അവസ്ഥയിൽ അവനെ ഇനി രക്ഷപ്പെടുത്താനായി കഴിയുകയില്ല. അന്നാകട്ടെ യുവാന്റെ റൂമിലേക്ക് എത്തുന്ന അവന്റെ അച്ഛൻ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ നേരത്തെ കയറി കിടക്കുന്നുണ്ട്. എടാ നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ടുണ്ടോന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പതിവില്ലാത്ത ഈ ഒരു ചോദ്യം കേട്ടവന് എന്ത് പറ്റി അച്ഛൻ എന്നൊരു ഡൗട്ട് വരുന്നുണ്ടെങ്കിലും അച്ഛൻ മകനോട് അവനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്ങനെ അവന്റെ മുഖത്ത് നോക്കി നീ ഇനി അധികം നാൾ ഉണ്ടാവില്ല എന്ന് അച്ഛന് പറയാൻ കഴിയും. എന്തായാലും അന്നാകട്ടെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യാങ്. ആ സമയത്ത് അവന്റെ അച്ഛൻ വരുന്നത് മനസ്സിലാക്കി അവൻ വേഗം കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്ത് കട്ടിൽ കയറി ബുക്ക് വായിച്ചിരിപ്പുണ്ട്. വരുന്ന അച്ഛനാവട്ടെ അവന്റെ ഈ ഒരു ഇരിപ്പ് കാണുന്നുണ്ടെങ്കിലും അതിലങ്ങ് വിശ്വാസമില്ല. വേഗം തന്നെ കമ്പ്യൂട്ടർ അവൻ യൂസ് ചെയ്തിട്ടുണ്ടോന്ന് അറിയാനായി അതിന്റെ അടുത്ത് എന്ന് പരിശോധിക്കുന്നു. ഒത്തിരി നേരം ഇരുന്ന് യൂസ് ചെയ്തെങ്കിൽ ഒരു ചെറിയ ചൂടൊക്കെ അടിക്കില്ലേ, പക്ഷെ അങ്ങനൊന്നും അച്ഛന് ഫീൽ ആവുന്നില്ല. അച്ഛൻ വന്നാൽ ഇങ്ങനെ പരിശോധിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നന്നായി മനസ്സിലാക്കിയിരുന്ന യാങ് ചൂട് വരാത്ത രീതിയിൽ അവിടെ വേഗം തന്നെ കൂളിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അവനാകട്ടെ അച്ഛനോട് ദേ കണ്ടില്ല അച്ഛാ, ഞാൻ ഫുള്ള് പഠിക്കായിരുന്നു, എന്തായാലും അതിന്റെ ഒരു സന്തോഷത്തിന് കുറച്ച് പോക്കറ്റ് മണി തരാമോ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ ഇന്നലെ നീ എന്റെ കാശ് മേടിച്ചില്ലേ, നീ കാശൊക്കെ കൂടി എന്തെടുക്കാണെന്ന് അവനോട് ചോദിക്കുന്ന സമയത്താണ് അച്ഛന്റെ പേഷ്യന്റ് ഇല്ലേ എന്റെ ഫ്രണ്ട് യുവാൻ, അവനെ കാണാനായിട്ട് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ വരാറുണ്ട്, അച്ഛന്റെ കണ്ണിപ്പെടുന്നില്ലെന്നേ ഉള്ളൂ, അപ്പൊ അതിന് കുറച്ച് ചെലവൊക്കെ ഉണ്ടെന്നല്ല യാങ് പറയുമ്പോൾ യുവാന്റെ കാര്യം കേൾക്കുന്ന യാങ്ങിന്റെ അച്ഛന് ആകെ സങ്കടാവുന്നുണ്ട്. യുവാനെ ട്രീറ്റ് ചെയ്യുന്ന ഈ ഡോക്ടർ തന്നെ യാങ്ങിന്റെ അച്ഛനാണ്. എന്താന്ന് വെച്ചാൽ അവന് വാങ്ങിച്ചു കൊടുത്ത് അവനെ പറ്റുന്ന പോലെ ഹാപ്പി ആക്കാനായി പറഞ്ഞ് കുറച്ചധികം കാശ് യുവാന്റെ പേര് കേൾക്കുമ്പോൾ യാങ്ങിന്റെ അച്ഛൻ അവനെ ഏൽപ്പിക്കുന്നുണ്ട്. അച്ഛനത് എന്ത് പറ്റി, ഇങ്ങനെ കാശൊന്നും തരുന്ന ആളല്ലല്ലോ എന്ന് ഇത് കണ്ട് യാങ്ങും അന്തം വിടുന്നു. എന്നാലും കാര്യങ്ങളിൽ ഡൗട്ട് തോന്നുന്ന യാങ് അടുത്ത ദിവസം സുവിനെ കാണുമ്പോൾ ഈ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. എന്റെ കയ്യിൽ കുറെ കാശ് വന്നിട്ട് എന്നും യുവാനെ പോയി കാണണം, വല്ലൊക്കെ വാങ്ങിച്ചു കൊടുത്തവനെ ഹാപ്പി ആക്കണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞിടാ. എന്റെ പിശുക്കനായ അച്ഛൻ അങ്ങനെ ചെയ്യുന്നതേ അല്ല, സംതിങ് ഫിഷി എന്നെല്ലാം യാങ് പറയുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും യുവാന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇപ്പൊ അവന്റെ കൂടെ ഉണ്ട്. അമ്മ അവനോട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അമ്മയ്ക്ക് പറ്റിയേ, അച്ഛനും ഇന്നലെ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, എന്ത് നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നീട് യുവാനെ വീൽ ചെയറിൽ ഇരുത്തി അവന്റെ അച്ഛനൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവിടെ ആളുകൾ എക്സസൈസ് ചെയ്തും ഓടി നടന്നും ഒക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ട് യുവാൻ ആകെ സങ്കടത്തിലാവുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. അച്ഛനും അത് വല്ലാത്ത ഒരു വിഷമായിരുന്നു. എന്തായാലും പിന്നീട് ടി വി കാണുന്ന അച്ഛൻ കാല് വയ്യാത്ത തന്റെ സുഹൃത്തിനെ വീൽ ചെയറിൽ ഇരുത്തി തള്ളി മറ്റൊരാൾ ഒരു ഓട്ട മത്സരത്തിൽ വിജയിക്കുന്നതും ആ സമയം ആ വയ്യാത്ത ആൾക്ക് താൻ ഓടി വിജയിച്ച ഒരു മത്സരം കണക്കുള്ള സന്തോഷം കിട്ടുന്നതും അയാൾ വളരെ ഹാപ്പി ആയിരിക്കുന്നതും കണ്ട് തന്റെ മകനെയും ഹാപ്പി ആക്കണം എന്നൊരു തോന്നൽ വരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ എണ്ണീറ്റ് ആ അച്ഛൻ വാമപ്പ് ഒക്കെ ചെയ്ത് ഓടാനും ചാടാനും ഒക്കെ പോകുന്നുണ്ട്. മകനെ വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് ഓടണമെങ്കിൽ ആദ്യം ഈ അച്ഛന് കുറച്ച് സ്റ്റാമിന വേണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം ഓടിച്ചാടി വീൽ ചെയറിൽ ഇരുത്തി യുവാനെ തള്ളിക്കൊണ്ട് ഓടാൻ തനിക്ക് സാധിക്കും എന്നൊരു കണ്ടീഷൻ എത്തിക്കഴിയുമ്പോൾ അടുത്ത് നടക്കുന്ന ഒരു മാരത്തോൺ മത്സരത്തിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ, ഞാൻ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിൽ ഇരുന്നല്ലേ വിളിച്ചോണ്ട് വന്ന കാര്യമുണ്ടോന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലടാ, ഞാനില്ലേ
പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനുമായി ഓടുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല രീതിയിൽ അച്ഛൻ ഓടുന്നുണ്ടെങ്കിലും പതിയെ പതിയെ അച്ഛൻ കുഴയുന്നുണ്ട്. അങ്ങനെ കുഴഞ്ഞ് റോഡിൽ വീഴുന്ന അച്ഛനെ പൊക്കി എടുത്തോണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴേക്കും നമ്മുടെ യുവാനെ പെട്ടെന്ന് ആരും ആ ഒരു തിരക്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അവന്റെ വീൽ ചെയർ അങ്ങനെ തനിയെ ഉരുണ്ടുപോയി ഒരിടത്ത് തല കുത്തി വീഴുന്നുണ്ട്. മര്യാദയ്ക്ക് ഹോസ്പിറ്റലില് AC റൂമിൽ TVയും കണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് അച്ഛൻ കാണിച്ചു വെച്ച പണി കണ്ടില്ലേ എന്ന് പാവം അവൻ അവിടെ കിടന്ന് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അച്ഛൻ ഒപ്പിച്ച ഈ ഒരു പരിപാടിയിൽ അവന് സാരമായി പരിക്ക് പറ്റിയിട്ടില്ല. ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ യാങ്ങും സൂവും അറിഞ്ഞിരുന്നില്ല. അവർ ഒന്നിച്ചിരുന്ന് TV കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് വീൽ ചെയറിൽ ഉണ്ടായിരുന്ന യുവാനെ ഇതുപോലെ തൂക്കിയെടുക്കുന്ന ഒരു വിഷ്വൽ ന്യൂസിൽ കാണുന്നത്. ഇത് അത്യാവശ്യം ജനശ്രദ്ധ നേടിയ ഒരു ഇൻസിഡന്റ് ആയി അപ്പോഴേക്കും മാറിയിരുന്നു. അത് കണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞ അവന്മാർ വേഗം തന്നെ യുവാനെ കാണാനായി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ യുവാന്റെ കാര്യങ്ങൾ അവർ തിരക്കുന്ന സമയത്താണ് യുവാന്റെ അമ്മ എല്ലാം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ യാങ്ങിനോടും സൂവിനോടും തുറന്നു പറയുന്നത്. അതായത് യുവാൻ ഇനി അധികം നാളില്ല, അവൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിട്ടു പോകുന്നതായിരിക്കും എന്നത്. കൂട്ടുകാർക്ക് അത് വളരെ ഷോക്കായിരുന്നു. കാരണം ഒന്നിച്ച് കളിച്ച് പഠിച്ച് വളർന്നവരാണിവർ. അതിലൊരാൾക്ക് പെട്ടെന്ന് ഒരു വയ്യാഴിക വരികയും അവൻ ക്ലാസ്സിലൊന്നും വരാൻ സാധിക്കാതെ ബെഡ് റിഡൻ ആവുകയും ചെയ്തിരുന്നു. ഇപ്പൊ ഇവരുടെ ഹൈസ്കൂൾ പഠനമൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി റിസൾട്ടും കൂടി വന്നാൽ മതി. അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നത്. അപ്പോഴാണ് അവൻ ഇങ്ങനെ അസുഖം വളരെ സീരിയസ് ആണ്, ഇനി ഒരിക്കലും നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരില്ല എന്ന കാര്യം അവർ അറിയുന്നത്. അവർക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരാകട്ടെ യുവാനെ കാണാനായി പോകുന്നു. യുവാനാകട്ടെ അവന്റെ കാര്യങ്ങളൊന്നും അറിയാതെ വളരെ കൂളായി അവരോട് നിങ്ങൾ എന്നെ TV കണ്ടോന്നൊക്കെ ചോദിച്ച് ഇന്ന് നടന്ന കാര്യത്തെ പറ്റി വളരെ തമാശയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എടാ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ സാധിക്കാനെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ യുവാനെ ദേഷ്യം വരുന്നു. നീയൊക്കെ കൂടിയേ ഇനി ഇത് ചോദിക്കാനായി ഉണ്ടായിരുന്നുള്ളൂ, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ? എന്നോട് പതിവില്ലാതെ എല്ലാരും എന്തിനും ഇങ്ങനെ ചോദിക്കുന്നതെന്നെല്ലാം യുവാൻ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാനായി അവന്റെ കൂട്ടുകാർക്കും കഴിയില്ല. ഒന്നുമില്ലടാ ചുമ്മാ പറഞ്ഞാന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നു. എന്നിരുന്നാലും യുവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ഇവന്റെ കാര്യങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് കൂട്ടുകാരങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവന്മാര് നൈസ് ആയിട്ട് ഒരു പണി ഒപ്പിക്കുന്നു. ഇവന്റെ പേരൻസിനോട് പോലും പറയാതെ അവനെയും കൊണ്ട് ബീച്ചിലേക്ക് ഒരു റൈഡ് പോകാനായി പോവാണ്. ബൈക്കിലാണ് 3 പേരും പോകുന്നത്. സൂവും യാങ്ങും ബൈക്കിൽ ഇരുന്നിട്ട് അവരുടെ നടുക്ക് യുവാനെ ഇരുത്തി അവനെ ഒരാളുടെ ശരീരത്തിൽ കെട്ടി വെച്ചേക്കാണ്, അവൻ ബാലൻസ് ഇല്ലാണ്ട് മറിഞ്ഞു വീഴാതിരിക്കാനായി. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് യുവാനെ ഇറക്കി അവർ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് അവരെ കണ്ടുപിടിക്കുന്നുണ്ട്. ട്രിപ്പിൾസ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പോലീസുകാരൻ വഴക്ക് പറയുമ്പോൾ അയ്യോ സോറി സാർ, പെറ്റി അടിക്കരുത് സാർ, അറിയാതെ ഒരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ച് അവന്മാര് വീണ്ടും യാത്ര തുടരുന്നു. ട്രിപ്പിൾസ് അടിക്കാതെ ഇത്തവണ യാങ്ങും സൂവും ബൈക്കിലും യുവാനെ അവന്റെ വീൽ ചെയറിൽ ഇരുത്തി അതിൽ അവനെ കെട്ടിവെച്ച് ആ കെട്ട് ബൈക്കിൽ കെട്ടി അങ്ങനെ വലിച്ചോണ്ട് പോകുന്ന രീതിയിൽ ഒരു പോക്കങ്ങ് പോകുമ്പോ അത് കണ്ട് പോലീസുകാരൻ വീണ്ടും പുറകെ ചെല്ലുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നിന്റെ വീട്ടുകാരുടെ മൊബൈൽ നമ്പർ വരാനായി പോലീസുകാരൻ പറയുമ്പോ വീട്ടുകാരറിഞ്ഞ സംഗതി വഷളാവുന്ന നന്നായി അറിയാവുന്ന സൂ പോലീസ് മാമിനെ മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ആരാണ് യുവാനെന്നും അവന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്നും അവൻ അധികം നാള് ഉണ്ടാവില്ല, അപ്പോ അതിനു മുന്നേ അവനൊന്ന് ഹാപ്പി ആക്കാനായി അവന്റെ ഫാമിലി എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്നൊക്കെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ പോലീസ് മാമിന്റെ ഹൃദയം അങ്ങ് അലിയുന്നുണ്ട്. പുള്ളിക്കാരൻ ആകെ ഇമോഷണൽ ആവുന്നു. അങ്ങനെ ഇവരുടെ കൂടെ അദ്ദേഹം കൂടുന്നുണ്ട്. അതാകുമ്പോ പിന്നെ ട്രിപ്പിൾസ് അടിക്കാതെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുത്തി വലിച്ചു കെട്ടാതെയൊക്കെ അവനെ ബീച്ചിലേക്ക് കൊണ്ടുപോകാനായി തന്റെ വണ്ടിയിൽ ഒരു റൈഡിന് അദ്ദേഹം റെഡി ആവുന്നുണ്ട്. അങ്ങനെ ബീച്ചിൽ എത്തിക്കഴിഞ്ഞ് പോലീസുകാരൻ ടാറ്റ പറഞ്ഞു പോകുന്നു. വീൽ ചെയർ ബീച്ചിലെ മണ്ണിലൂടെ തള്ളിക്കൊണ്ടു പോകാനായി നോക്കുമ്പോൾ വളരെ പാടാണ്, അതങ്ങ് പൊതിഞ്ഞു പോവാണല്ലോ, നമുക്ക് നടക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഈ വീൽ ചെയറും തള്ളി. ഇടയ്ക്ക് അവൻ വീൽ ചെയറിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന പോലും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി കൂട്ടുകാരിൽ ഒരാൾ അവനെ എടുക്കുന്നുണ്ട്. പക്ഷെ യുവാനെ എടുത്ത് അധികം ദൂരം നടക്കാനായി ആ സുഹൃത്തിന് സാധിക്കുന്നില്ല. തുടർന്ന് മറ്റേയാൾ എടുക്കുന്നുണ്ടെങ്കിലും അയാൾക്കും അധികം ദൂരം നടക്കാനേ കഴിയുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്കല്ലേ ഇവനെ എടുത്തോണ്ട് നടക്കാൻ സാധിക്കാതെ ഉള്ളൂ, ഒന്നിച്ചെടുക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് പിന്നീട് യുവാനെ എടുക്കുന്നത്. അതും പറ്റുന്നില്ല. കഷ്ടമുണ്ടല്ലേ. മുന്നേ യുവാൻ തന്നെ പറഞ്ഞ കണക്ക് ഹോസ്പിറ്റലില് സമാധാനത്തിൽ ഇരുന്ന അവനെ ഇവർ ഓരോരുത്തരായി മത്സരിച്ച് പുറത്തു കൊണ്ട് പെടുത്തുന്ന ഓരോ പാടെ. എന്തായാലും ബീച്ച് വരെ വന്നിട്ട് വെള്ളത്തിലൊന്ന് യുവാനെ ഇറക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നുന്ന കൂട്ടുകാരവനെ വെള്ളത്തിൽ ഇറക്കാനായി നോക്കുന്നുണ്ട്. ശക്തമായി വന്നടിക്കുന്ന തിരമാലയുടെ ഫോഴ്സിൽ യുവാന്റെ പിടുത്തം വിടുകയും അവൻ അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പേടിച്ചു പോകുന്നുണ്ടെങ്കിലും ഒരുവിധം അവനെ തിരിച്ച് കരക്കെത്തിക്കുമ്പോഴാണ് സമാധാനമാവുന്നത്. ഇട്ടിരുന്ന തുണിയൊക്കെ നനഞ്ഞു കുതിർന്നതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാനായി കുറെ നേരം അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നേരെ ഒരു സലൂണിലേക്ക് യുവാനെ കൊണ്ടുപോയി അവന്റെ ഹെയർ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് സുന്ദരനാക്കിയാണ് തിരിച്ചതേ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുവന്നാക്കുന്നത്. അവന്റെ കൂട്ടുകാർ അവനെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം അപ്പോഴേക്കും അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നു. അവർക്ക് ആകെ ടെൻഷനായെങ്കിലും അവരത് വലിയ ഇഷ്യൂ അപ്പൊ ആക്കുന്നില്ലെങ്കിലും അവന്മാര് തിരിച്ചെത്തി കഴിയുമ്പോൾ കണക്കിന് സൂവിനും യാങ്ങിനും അച്ഛനും അമ്മയും വഴക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ സൂവും യാങ്ങും നന്നാവുന്ന മട്ടില്ല. അവന്മാര് അപ്പൊ ഈ വഴക്കൊക്കെ കേട്ട് പോയെങ്കിലും അടുത്ത ദിവസം മടങ്ങി എത്തുന്നത് കൈ നിറയെ ഫ്രൂട്ട്സും അതും ഇതും ഒക്കെ ആയിട്ടാണ്. അച്ഛനോടും അമ്മയോടും വന്ന് സോറി പറഞ്ഞു ഞങ്ങൾ അവനെ ഹാപ്പി ആക്കണമെന്ന് വിചാരിച്ചോളൂ, അതിനുവേണ്ടി മാത്രം ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് നേരെ യുവാനെ കാണാനായി പോകുന്നു. നമുക്ക് ഇന്നും ബീച്ചിൽ പോയാലെന്ന് യുവാൻ അവരെ കണ്ടപാടെ ചോദിക്കുമ്പോ നിന്നെ ബീച്ചിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, പക്ഷേ ഇന്നലെ നീ കണ്ടില്ലേ, അമ്മയ്ക്കും അച്ഛനും അത് ഇഷ്ടാവില്ലാന്ന് കൂട്ടുകാർ പറയുമ്പോ നിനക്കൊക്കെ അറിയാലോ എനിക്കിനി വളരെ കുറച്ച് നാളും കൂടി ഉള്ളൂന്ന്, അപ്പൊ എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരേണ്ടത് നിന്റെയൊക്കെ കടമയല്ലെന്നെല്ലാം യുവാൻ അവരോട് ചിടുങ്ങുമ്പോഴാണ് അവൻ ഈ കാര്യം അറിയാമായിരുന്നു എന്ന് മറ്റുള്ള അവർ ആകെ ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നത്. ഞെട്ടണ്ട,
വേണ്ട, നിങ്ങൾ ആളാള് വീതം എന്റെ അടുത്ത് വന്ന് എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചറിയാൻ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് തനിക്ക് 2 ആഗ്രഹങ്ങളാണ് മരിക്കുന്നതിന് മുന്നേ സാധിക്കാനായിട്ടുള്ളതെന്ന് യുവാൻ ഫ്രണ്ട്സിനോട് പറയുന്നു. അതിലൊന്ന്, താൻ മരിച്ചു കഴിഞ്ഞ് തന്റെ അച്ഛനെയും അമ്മയും നന്നായി തന്റെ ഫ്രണ്ട്സ് നോക്കണം, അവരുടെ മകന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, അവർക്ക് വേറെ ആരും ഇല്ലല്ലോ എന്ന് യുവാൻ പറയുന്നുണ്ട്. രണ്ടാമതായി അവന്റെ ആഗ്രഹം, അവൻ ഇന്ന് വരെ ഒരു ഗേൾ ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. മരിക്കുന്നതിന് മുന്നേ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാതെ, പ്രണയം എന്താണെന്ന് അറിയാതെ, അതിന്റെ രസമൊന്നും അറിയാതെ മരിക്കാനായി ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനൊന്ന് ലൈഫിൽ നടന്ന ശേഷം മരിക്കണം എന്നതാണെന്ന്. അത് കേൾക്കുന്ന ഫ്രണ്ട്സ്, നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സാധിച്ചു തരടാ, എത്ര പെട്ടെന്ന് നിനക്കൊരു പെണ്ണിനെ നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നു പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവന്റെ ആ രണ്ടാമത്തെ ആഗ്രഹം, ഗേൾ ഫ്രണ്ട് വേണമെന്ന ആഗ്രഹം എങ്ങനെ എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയില്ല. പിന്നെ മറ്റാഗ്രഹം അച്ഛനെയും അമ്മയും നോക്കണം എന്നത് തീർച്ചയായും ഇവർ ചെയ്യും. കാരണം ഇപ്പോഴും ആ അച്ഛനെയും അമ്മയും ഇവർ സ്വന്തം അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കണ്ട് ഇടപെടുന്നത്. പക്ഷേ ഗേൾ ഫ്രണ്ട്, അതാണ് ഒരു ടാസ്ക്. എന്നാലും അടുത്ത ദിവസം തൊട്ട് അവർക്ക് അറിയാവുന്ന പെൺപിള്ളേരുടെ അടുത്തൊക്കെ ചെന്ന് യുവാന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം കേൾക്കുന്ന ഏതൊരു പെൺകുട്ടിയും അവന്മാരുടെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കലാണ് ആദ്യത്തെ മറുപടിയായി കൊടുക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. ആരും സെറ്റ് ആവുന്നില്ല. ഒടുക്കം ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് ഇവർ ഹൈസ്കൂളിൽ പഠിക്കാൻ വന്ന ടീം, അവരുടെ ഒരു ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടി യുവാനോട് കുറച്ചധികം മടുപ്പം കാണിക്കുന്നത് കണക്ക് ഇവന്മാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ അവളോട് തന്നെ പോയി ഒന്ന് ചോദിച്ചാലോ എന്ന് കരുതി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴേക്കും അവള് ലുക്കൊക്കെ മാറ്റി, എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാനായി വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു വലിയൊരു ഗ്യാപ്പിന്റെ ഇടയിൽ അവൾ നന്നായി ശരീരഭാരം കുറച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി ആൾ അത്യാവശ്യം വേറൊരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ തന്നെ ഇവന്മാര് ഇത് അവള് തന്നെയാണോന്ന് മട്ടില് മിഴിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും വന്ന കാര്യം ചോദിക്കുന്നുണ്ട്. നിനക്ക് യുവാൻ ഓർമ്മയുണ്ടോ, അവനോട് നിനക്ക് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്ന കണക്ക് അടുത്ത് ഇടപെടുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള ഓർമ്മിപ്പിക്കാനായി നോക്കുമ്പോൾ അവൾ മറ്റൊരു സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആക്ച്വലി എനിക്ക് യുവാനെ ആയിരുന്നില്ല കാര്യം, എനിക്ക് സൂവിനെ ആയിരുന്നു ഇഷ്ടം. നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടായി നടന്നപ്പോൾ സൂവിനെ പെട്ടെന്ന് വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള പേടിക്ക് സൂവിന്റെ ഫ്രണ്ടായ യുവാൻ വഴി സൂവിലേക്ക് എത്താം എന്ന് കരുതി അങ്ങനെ അതിനൊരു ശ്രമം നടത്തിയതാണ്. അല്ലാതെ യുവാനോട് തനിക്ക് ഒരു താല്പര്യമില്ലാന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ സൂവിന് അത് ഭയങ്കര ഷോക്കായിരുന്നു. ഇതെല്ലാം കേട്ട് അടുത്തുണ്ടായിരുന്ന യാങ് ആകട്ടെ, എടാ നീ ഇപ്പൊ അത് ചോദിക്കല്ലേ എന്ന് സൂവിനോട് പറയുന്നുണ്ടെങ്കിലും സൂ അത് കേൾക്കാതെ ആ പെൺകുട്ടിയോട് നിനക്ക് യുവാന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപാടെ ആ പെൺകുട്ടി അവനിട്ട് നല്ലൊരു അടി വെച്ചു കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്ന യാങ് ആകട്ടെ, എടാ നിന്നോട് അത് ചോദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, അവൾ ഇഷ്ടപ്പെടുന്നത് നിന്നെയാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ അവളോട് യുവാന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ ചോദിക്കാൻ സാധിച്ചു എന്നെല്ലാം യാങ് ദേഷ്യപ്പെടുമ്പോ എന്റെ സന്തോഷത്തിനേക്കാളേറെ ഞാനിപ്പോ അവന്റെ സന്തോഷാടാ മുന്നിൽ കണ്ടത്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണെന്ന് സൂവും പറയുന്നു. അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് മുന്നേ ഇവർ പോയി കണ്ട് യുവാന്റെ ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ച ഏതോ ഒരു പെൺകുട്ടിയുടെ ചേട്ടൻ ആ സംഭവം അറിഞ്ഞു വന്ന് ഇവന്മാരെ പഞ്ഞിക്കിടുന്നത്. ഹോസ്പിറ്റലിൽ ഇന്നോ നാളെയോ എന്നില്ലാതെ കിടക്കുന്ന നിന്റെ ഒക്കെ കൂട്ടുകാരന് ഗേൾ ഫ്രണ്ട് ആവാനുള്ളതാണോടാ എന്റെ പെങ്ങൾ, നീക്ക് എന്ത് വിചാരിച്ചു വെച്ചിരിക്കുന്നെന്ന് ചോദിച്ച് അവന്മാർക്ക് കണക്കിന് കൊടുക്കുകയും ഇട്ടിരുന്ന വസ്ത്രം ബലമായി പിടിച്ചൂരി വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് നാണം കെടുത്തി വിടുകയും ചെയ്യുന്നു. എന്താണ് നമുക്ക് മാത്രം ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിന്റെ അവസാന ആഗ്രഹം നടത്തി കൊടുക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശമല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതിനെല്ലാവരും നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന എന്തിനാണെന്ന് അവന്മാരാകെ സങ്കടത്തിലാണ്. ഇത്ര കിട്ടിയിട്ട് നന്നായിട്ടില്ല. ഇപ്പൊ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. അവളെ കണ്ടപാടെ എന്നാ ഇവളോടും കൂടി ചോദിച്ചേക്കാം, എന്തായാലും കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി ഇതായിട്ട് കുറയ്ക്കണ്ട എന്ന മട്ടില് അവളോട് ചോദിക്കാനായി വരുമ്പോഴേക്കും ഇവന്മാരുടെ ഗെറ്റപ്പും നോട്ടവും എന്തോ പറയാനായി വരുന്ന ആ ഒരു ഭാവമൊക്കെ കണ്ട് ആ പെൺകുട്ടി ഓടിപ്പോവുകയും പോലീസ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാനായി SOS സംവിധാനം ഉണ്ടല്ലോ, അതിന്റെ ബട്ടണൊക്കെ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഉടനടി പോലീസ് സ്പോട്ടിലെത്തും. അങ്ങനെ എത്തിയ പോലീസ് അവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കാര്യം മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മകനെ പോലീസ് പിടിച്ച കാര്യം അപ്പോഴാണ് ഡോക്ടറായി യാങ്ങിന്റെ അച്ഛൻ അറിയുന്നത്. എന്തായാലും അതുകൊണ്ടും ശരിയായില്ല. അവന്റെ മുഖത്ത് നോക്കി അവന്റെ ആ ഒരു ആഗ്രഹം തനിക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയാനായി അവന്റെ ഒരു ഫ്രണ്ടിനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും തല പുകഞ്ഞ് ആലോചിച്ച് ഒടുക്കം അവർക്ക് പരിചയമുള്ള ഒരു സലൂണിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയാണ് മുന്നേ നമ്മൾ സലൂണിൽ എത്തിയപ്പോൾ യുവാന് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതായി കണ്ടത്. ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഗേൾ ഫ്രണ്ടായി അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. റിയലായി ഗേൾ ഫ്രണ്ട് ആവണ്ട, ജസ്റ്റ് അവന്റെ ഒരു ആഗ്രഹം നിറവേറാനായി, മരിക്കാൻ പോകുന്ന അവനൊരു സന്തോഷം നൽകാനായി അവന്റെ ഗേൾ ഫ്രണ്ടായി ഒന്ന് അഭിനയിച്ചാൽ മതി, പക്ഷെ അത് അഭിനയാണെന്ന് അവൻ അറിയരുതെന്നെല്ലാം ആ പെൺകുട്ടിയോട് പറയുമ്പോൾ ഇവർ നിർബന്ധിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടിയെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അഭിനയിക്കുന്നതിന് അവൾക്ക് ഇവർ കുറച്ച് കാശും ഓഫർ ചെയ്യുന്നു. വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ എത്തി യുവാനെ കാണാമെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ വൈകിട്ട് നിന്റെ ഗേൾ ഫ്രണ്ട് വരൂടാ, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയെന്നെല്ലാം അവനെ സന്തോഷിപ്പിക്കാനായി ഒരു കള്ളം പറഞ്ഞ് കൂട്ടുകാർ അവനെ വൈകിട്ട് റെഡിയാക്കി ഇരുത്താണ്. ഇനി അവൾ വരുമോ പറ്റിക്കോ എന്നൊക്കെ ഡൗട്ട് ഇവന്മാർക്കുണ്ട്. അങ്ങനെ അവളുടെ വരവിനായി കാത്തിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവൾ വരുന്നത്. വന്ന പാടെ അവന്മാരുടെ അടുത്ത് അവർ കൊടുത്ത ആ ഒരു ക്യാഷിന്റെ പാക്കറ്റ് തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് കാശ് വേണ്ട, കാശിനല്ല ഞാൻ ഇതിന് സമ്മതിച്ചതെന്ന് പറയുകയാണ്. അങ്ങനെ അകത്ത് ആ പെൺകുട്ടിയും യുവാനും ഉള്ള സമയം ഇവന്മാര് പുറത്ത് കാവല് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് യുവാന്റെ അമ്മ എത്തുന്നു. യുവാന്റെ അമ്മയ്ക്ക് ഈ നടക്കുന്ന ചുറ്റിക്കളി ഒന്നും അറിയില്ല. അമ്മ ഇപ്പൊ അകത്തോട്ട് വിട്ടാലും ശരിയാവില്ല. പലതും പറഞ്ഞ് മുറിക്കകത്തേക്ക് പോകുന്നത് തടയാനായി അവർ നോക്കുന്നുണ്ടെങ്കിലും അമ്മ കേൾക്കുന്ന മട്ടില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്ന യുവാന്റെ അച്ഛൻ അമ്മയെ അടിച്ച് ബോധം കെടുത്തുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇവരെങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം ആയത് എന്നതിനെ പറ്റി ഇവർ റിലീസായി
വന്ന ശേഷം യുവാന്റെ അച്ഛൻ തിരക്കിയിരുന്നു. അപ്പോഴാണ് യുവാന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് അവർ ചെയ്തതാണെന്നും യുവാൻ ഇതുപോലെ മരിക്കുന്നതിന് മുന്നേ ഒരു ഗേൾ ഫ്രണ്ട് വേണം, ആ ഒരു ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇപ്പോൾ അമ്മയെ അങ്ങോട്ടേക്ക് വിടാതിരിക്കാനായി ഇപ്പോൾ ഈ പണി ഒപ്പിച്ചത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ കണക്ക് തന്നെ യുവാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിരുന്നു. അവന്റെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുന്നു. ഞാൻ മരിച്ച ശേഷം എന്റെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ യുവാൻ ഒരു എൻവലപ്പ് നൽകിയിരുന്നു. അതിപ്പോ അച്ഛൻ അവന്റെ കൂട്ടുകാരെ ഏൽപ്പിക്കുന്നു. അത് തുറന്നു നോക്കുന്ന അവർ അതിൽ കാണുന്നത് 3 പേരും ഒന്നിച്ചുള്ള ഫോട്ടോ ആണ്. അതിൽ അവർക്കായി അവൻ കുറിപ്പും എഴുതിയിരുന്നു. മരിക്കുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയോ അവൻ വായിൽ പേന വെച്ച് കടിച്ചു പിടിച്ച് എഴുതിയ കുറിപ്പായിരുന്നു അത്. അത് കണ്ട് അവർ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. ഈ സമയത്താണ് എന്താണ് യഥാർത്ഥത്തിൽ അവന്റെ ഗേൾ ഫ്രണ്ടായി ആ പെൺകുട്ടി ആ റൂമിൽ ചെന്ന ശേഷം നടന്നതെന്ന കാര്യം നമ്മൾ കാണുന്നത്. നിന്നെ തന്നെ അവർ കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അവന്മാർ എന്ത് തന്നു ഇങ്ങോട്ട് കൊണ്ടുവരാനെന്നെല്ലാം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന യുവാൻ അവൻ ഒരിക്കലും ഒരു ഗേൾ ഫ്രണ്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അവന്റെ ലൈഫിൽ അവന്റെ പേരൻസും അവന്റെ ഈ ഫ്രണ്ട്സും മാത്രം മതി അവന് മുന്നോട്ട് പോകാനും ഹാപ്പി ആയിരിക്കാനും. പക്ഷെ അവൻ ഇനി അധികം നാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന കാര്യം കൊണ്ട് അവന്റെ ഫ്രണ്ട്സ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. തന്നെ ഹാപ്പി ആക്കാനായി അവർ പലതും ചെയ്തു കൂട്ടുന്നു, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു, തന്നെ ഓർത്ത് സങ്കടപ്പെടുന്നു, ടെൻഷൻ ആവുന്നു എന്ന കാര്യങ്ങൾ കൊണ്ട് അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായി കുറച്ച് നാൾ ബിസി ആക്കാനായി എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണമെന്ന് ഞാനൊരു കള്ളം പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഒന്ന് സെറ്റ് ആവില്ല, ആരും എന്നെ പ്രണയിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവന്മാര് നടക്കാൻ പോകാത്ത ഒരു കാര്യത്തെ പറ്റി തപ്പി നടന്ന് കുറച്ച് ടൈം അങ്ങനെ പോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചിരിക്കുന്ന യുവാൻ ആ പെൺകുട്ടിയെ എന്തായാലും എന്നെ ഹാപ്പി ആക്കാനായി വന്നല്ലോ, താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞ് സംബോധന ചെയ്താണ് അവിടെ നിന്ന് വിടുന്നത്. അങ്ങനെ എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ സ്നേഹിക്കാൻ ഒരുപിടി ആളുകൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന് ആ ഒരു സന്തോഷത്തോടെ, എന്നാൽ അവരെ ഇനി മിസ് ചെയ്യലോ എന്ന സങ്കടത്തോടു കൂടി തന്നെയാണ് യുവാൻ അങ്ങനെ യാത്രയായത്. അവനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ വലിയൊരു ശൂന്യത നിറച്ചുകൊണ്ട്. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ വീണ്ടും പുതിയ കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.